2024 നാഷണൽ അവാർഡും അതുപോലെ തന്നെ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഇതാണ് ഇന്ന് നമ്മുടെ ഒരു വിഷയമായിട്ട് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. 70ാമത്തെ നാഷണൽ അവാർഡ്. 70ാമത്തെ നാഷണൽ അവാർഡില് നമ്മുടെ ഫൈനൽ റൗണ്ടില് ബെസ്റ്റ് ആക്ടറിന് വേണ്ടിയിട്ട് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ എല്ലാ തവണയും ഫൈനൽ റൗണ്ട് വരെ മമ്മൂട്ടി എത്തുന്നു. അവിടെ നിന്നാണ്ട് മമ്മൂട്ടിയെ മനഃപൂർവ്വം തഴയുന്നു. നമസ്കാരം. കഴിഞ്ഞ 40 വർഷത്തിലേറെ മലയാളത്തിലെ നിറസാന്നിധ്യമായി നിൽക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി. ഇപ്പോഴും നിത്യഹരിത നായകനായി തൻ്റെ സിംഹാസനത്തിന് യാതൊരു ഇളക്കവും തട്ടാതെ മലയാളി മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്ന ഈ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ മമ്മൂട്ടി അല്ലെങ്കിൽ മമ്മൂക്ക എന്ന് നെഞ്ചിലേറ്റുന്ന മലയാളത്തിൻ്റെ മഹാനടൻ. കുറച്ച് നാളുകൾക്ക് മുമ്പ് മമ്മൂട്ടിയും ശ്രീനിവാസനും കൂടി ഇരിക്കുന്ന ഒരു വേദിയിൽ ഒരു അവതാരകർ അവർ പറഞ്ഞു, മലയാളത്തിൻ്റെ സ്വകാര്യ അഭിമാനം, മലയാളത്തിൻ്റെ പത്മശ്രീ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ മഹാനടൻ ഭരത് നേടിയ മമ്മൂട്ടി, സംസ്ഥാന അവാർഡുകൾ നേടിയ മമ്മൂട്ടി. മറുപടി പ്രസംഗത്തിന് എണീച്ച് വന്നപ്പോൾ ശ്രീ മമ്മൂട്ടി പറഞ്ഞ ഒരു വാചകം ഓർമ്മയുണ്ട്. നിങ്ങൾ ഇത്രയൊന്നും വളരെ ഉദ്ഘോഷിച്ച് പറയേണ്ട, ശ്രീ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ മതി, കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും എന്നെ അറിയാം. പക്ഷേ സോഷ്യൽ മീഡിയയിലെ ഒരുപറ്റം ആൾക്കാർക്ക് ഇദ്ദേഹത്തെ വേണ്ടത്ര അറിയില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ 3-4 ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഇത്രയും വലിയ ബഹളങ്ങൾ ശ്രീ മമ്മൂട്ടിയുടെ പേരിൽ. അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ശബ്ദത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിനെ വീണ്ടും വീണ്ടും അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. പാഡ്സ് കഫേയിലേക്ക് സ്വാഗതം. ചുള്ള ചായക്കൊപ്പം ചുള്ള വാർത്തകൾ. ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. കാന്താരയുടെ അഭിനയത്തിന് ഋഷഭ് ഷെട്ടി മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ ഈ അവാർഡ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ഈ സോഷ്യൽ മീഡിയ, യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയയിൽ ധാരാളം ആളുകൾ മമ്മൂട്ടിയുടെ സിനിമ, നൻപകൽ നേരത്ത് മയക്കത്തിലും ഇവരൊക്കെ ഇദ്ദേഹത്തിന് വേണ്ടി അവാർഡ് അങ്ങ് പ്രഖ്യാപിച്ചു. ഇദ്ദേഹം അവാർഡ് വാങ്ങാൻ പോകാൻ ഏത് ഡ്രസ്സ് ധരിക്കുമെന്ന് വരെ ഈ സോഷ്യൽ മീഡിയയിലെ ബുദ്ധിജീവികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞെട്ടിക്കൊണ്ട് ആർക്കും വലിയ ഞെട്ടലും തോന്നിയില്ല. സാധാരണ സിനിമാ പ്രേക്ഷകർക്ക് ഋഷഭ് ഷെട്ടിയുടെ കാന്താര ഒരു മികച്ച ചിത്രമാണെന്നും അതിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് ഒരു അവാർഡ് കിട്ടണമെന്നും ഒരുപക്ഷെ ജൂറി അംഗങ്ങൾ മറ്റുള്ള അവാർഡ് ദാനത്തെക്കുറിച്ച് വഴിയെ പറയുന്നതോടൊപ്പം ഇത് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള അവാർഡ് കൊടുക്കാത്തത് എന്തോ വലിയൊരു അപരാധമായി പോയി, അല്ലെങ്കിൽ മമ്മൂട്ടി ഈ ഒരു അവാർഡ് മേടിക്കാൻ വേണ്ടി വെമ്പൽ മുട്ടി നിൽക്കുകയാണെന്ന് തരത്തിലുള്ള ഒരു തരം 1, 2, 100 വീഡിയോകൾ ഈ കഴിഞ്ഞ 3-4 ദിവസമായി സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. അത്യാവശ്യം മോശമില്ലാത്ത കാഴ്ചക്കാരും വ്യൂവേഴ്സും ഉണ്ട് ഇതിനകത്ത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഇദ്ദേഹത്തിനൊരു അവാർഡ് കിട്ടാൻ വേണ്ടി കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരയുന്നതിന് മുമ്പ് ഒരു കാര്യം ആലോചിക്കുക. അദ്ദേഹത്തിന് ഈ അവാർഡുകളൊക്കെ തുലോ പുച്ഛമാണ്. കാരണം അദ്ദേഹത്തിന് ഈ അവാർഡ് സമ്മാനിച്ചാൽ ആ അവാർഡാണ് ഹർഷപുളകനാകുന്നത്. ഇത്തവണത്തെ മികച്ച നടൻ ഞാനായിട്ട് മമ്മൂട്ടി എന്ന് പറയുമ്പോൾ ആ അവാർഡിനാണ് അതിൻ്റെ തിളക്കം. ഒരുപക്ഷെ ഋഷഭ് ഷെട്ടിക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് അത് വളരെ സന്തോഷമാണ്. കാരണം അദ്ദേഹത്തിന് ആദ്യമായിട്ട് ലഭിക്കുന്ന ഒരു പുരസ്കാരം. മമ്മൂട്ടിയെ പോലുള്ള ഒരു അതുല്യ പ്രതിഭയ്ക്ക് ആ അവാർഡിനേക്കാളും എത്രയോ ഉയരത്തിലാണ് ഇന്ത്യൻ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം. അദ്ദേഹത്തിന് കേവലം ഒരു അവാർഡ് കിട്ടാത്തതിൻ്റെ പേരിൽ അദ്ദേഹം സംഖ്യ അല്ലാത്തതിൻ്റെ പേരിൽ ആരോ കൊടുത്തില്ല എന്ന് പറയുന്നു. അദ്ദേഹത്തിന് ഇതെല്ലാം പുച്ഛമാണെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമയെ അവാർഡിന് അയച്ചില്ല എന്ന് പറയുന്നു. ഇത്ര എങ്ങനെയൊക്കെ വിലപിക്കുന്നവരോട് ഒരു ചോദ്യം മാത്രം. ശ്രീ മമ്മൂട്ടി എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അടുത്തറിയാവുന്നുള്ള ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം ഒരു അവാർഡിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് നിങ്ങളോട്? വളരെ തമാശ പറഞ്ഞ മലയാളത്തിൻ്റെ മഹാനടനായ ശ്രീ കലാഭവൻ മണി ഒരിക്കലൊരു അവാർഡ് പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിന് അന്നത് കിട്ടിയില്ല. അദ്ദേഹത്തിന് അത് മോഹാലസ്യം ഉണ്ടാക്കി. അദ്ദേഹം അതൊരു വളരെ കോമഡി ആയിട്ട് എടുത്തു. ഞാൻ അവാർഡ് കിട്ടിയതിന് കിട്ടാത്തതിന് ബോധം കെട്ട ഒരാളാണെന്ന് രീതിക്ക് അദ്ദേഹം അവതരിപ്പിച്ചു. അത് അത്രയേ മനസ്സിലും. അതുപോലെ ഇദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാൻ വേണ്ടി ഈ സോഷ്യൽ മീഡിയയിലെ ഒരു പറ്റം ബുദ്ധിജീവികൾ അദ്ദേഹത്തിൻ്റെ പടങ്ങളെ സൂക്ഷ്മതയോടെ വിശകലനം ചെയ്ത്, അല്ലെങ്കിൽ ഈ പടത്തിന് തന്നെ അവാർഡ് കൊടുക്കണമെന്ന് പറഞ്ഞു ഇങ്ങനെ കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി മഹാനടനെ എന്തിനാണ് നിങ്ങൾ ചെളിക്കുണ്ടിലേക്ക് വലിച്ചിറക്കുന്നത്? അദ്ദേഹത്തിന് ഒരു അവാർഡ് വേണമെങ്കിൽ അദ്ദേഹത്തിന് അത് ജനങ്ങളുടെ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിക്ക് ഈ ഇന്ത്യൻ സിനിമയിൽ ഇനി കയറി ചെല്ലാത്ത വല്ല സിംഹാസനവും ഉണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അദ്ദേഹത്തെ പോലെ ഒരാൾ ഏതൊരു അറ്റം വരെയും ഏതൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കെൽപ്പുള്ളൊരു വ്യക്തി ഒരു അവാർഡിന് വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹം ഒരു സംഖ്യ ആകാത്തത് കൊണ്ട് അദ്ദേഹത്തിന് അവാർഡ് നിഷേധിച്ചു എന്നൊക്കെ പറയുന്നവർ ഒരു കാര്യം ആലോചിക്കുക. നിങ്ങൾ വീണ്ടും ഉപയോഗിച്ച് അല്ലെങ്കിൽ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിക്കുന്നത് മലയാളം കണ്ട എക്കാലത്തെയും വലിയ മികച്ചൊരു നടനെയാണ്. നിങ്ങളുടെ മറ്റുള്ള എന്തെങ്കിലും വിഷയം പറഞ്ഞ് വ്യൂവേഴ്സിന് ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ എന്തിനാണ് ഈ മഹാനടനെ ഇങ്ങനെ വീണ്ടും അപമാനിക്കുന്നത്? 1 ദിവസം 2 ദിവസമായി വ്യൂവേഴ്സ് കൂടുന്നു എന്ന് വെച്ച് നിങ്ങൾ എന്തും തോന്നിയവാസവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അദ്ദേഹത്തെ പോലെയുള്ളവർ, അത് ഒരുപക്ഷെ അദ്ദേഹം ഇതൊന്നും കാണുന്നില്ല, പക്ഷേ മമ്മൂട്ടിയെ പോലുള്ള ഒരാൾ സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ അനുദിനം ശ്രദ്ധിക്കുന്ന ഒരാൾ,
അദ്ദേഹത്തിനെ പോലെ ഒരാളിനെ അപ്പോൾ ജനമധ്യത്തിൽ ഇത് സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്നവരിടയ്ക്ക് അവാർഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരയുന്നവനെ പോലെ അവതരിപ്പിക്കുന്നത് എന്തിനാണ് സുഹൃത്തുക്കളെ നിങ്ങൾ? അദ്ദേഹത്തിന് എല്ലാ അവാർഡുകളെക്കാളും മുകളിലാണ് നമ്മൾ പ്രേക്ഷകർ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന സ്ഥലം. എല്ലാ സിംഹാസനത്തെക്കാളും മുകളിലിരിക്കുന്ന അദ്ദേഹത്തിന് എന്തിനാണ് ഈ ഒരു ദേശീയ അവാർഡ്? ഈ എത്ര ദേശീയ അവാർഡ് മേടിച്ചു, എത്ര സംസ്ഥാന അവാർഡ് മേടിച്ചു, എത്ര ഫിലിംഫെയർ അവാർഡ് മേടിച്ചു? അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും ഈ അവാർഡുകളോട് ഒരു മതിഭ്രമം തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് ഈ അവാർഡ് വേണമെന്ന് അദ്ദേഹം എപ്പോഴെങ്കിലും ആരോടെങ്കിലും ഒരിക്കലും പറയില്ല. കാരണം അത് അദ്ദേഹം എന്നു മാത്രമല്ല, സിനിമാ താരങ്ങൾ അവരുടെ കർത്തവ്യമാണ് നിർമ്മിക്കുന്നത്. അവർക്ക് സിനിമ കഥാപാത്രങ്ങളാണെന്ന് നല്ല കഥാപാത്രങ്ങളൊന്നും അവരുടെ രീതിക്ക് അവതരിപ്പിക്കുന്നു. അതിന് അവാർഡ് കിട്ടിയാൽ സന്തോഷം, കിട്ടിയില്ലെങ്കിൽ എന്താ അവരെല്ലാം കരഞ്ഞു പോകും. എന്ത് കോപ്രാണിതരമാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ 10-100 വ്യൂവേഴ്സിന് വേണ്ടി കാണിക്കുന്നത്? അപമാനിക്കരുത്. നിങ്ങൾ അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും കിട്ടിയില്ല അവാർഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആ ഒരു മഹത് വ്യക്തിത്വത്തെ അപമാനിക്കുന്നത് ഇനിയെങ്കിലും ഒഴിവാക്കുക. അപ്പോൾ പാരൻസ് കഫിൽ വീണ്ടും കാണാം. ചുള്ള ചായക്കപ്പം.